നമസ്തേ. ജയ് ശ്രീകൃഷ്ണ. ഭഗവത്ഗീത അധ്യായം 17 ശ്രദ്ധാത്രയ വിഭാഗയോഗം. ശ്ലോകം 6. കർഷയന്തഃ ശരീരസ്ഥം ഭൂതഗ്രാമമചേതസഃ മാം ചൈവാന്തഃ ശരീരസ്ഥൻ താൻ വിദ്യാസുരനിശ്ചയാൻ. ദേഹത്തിൻ്റെ നിലനിൽപ്പിനെ സഹായിക്കുന്ന പഞ്ചഭൂത സമൂഹത്തെയും ദേഹത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന എന്നെയും കഠിന സാധനകളാൽ പീഡിപ്പിക്കുന്നവർ ആസുര സ്വഭാവക്കാരെന്നറിയുക. അറിവില്ലാത്തവർ പഞ്ചഭൂതങ്ങളുടെ കൂട്ടമായ ഈ ശരീരത്തെ കഠിനമായ തപസ്സുകൾ കൊണ്ട് പീഡിപ്പിക്കുകയും ശരീരത്തിനകത്ത് നിലകൊള്ളുന്ന എന്നെ, അതായത് പരമാത്മാവിനെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു. അത്തരം ആളുകളെ ആസുര സ്വഭാവമുള്ളവരായി നീ അറിയുക. ഈ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണൻ തെറ്റായ തപസ്സിനെക്കുറിച്ചാണ് പറയുന്നത്. ചിലർ ആത്മീയതയുടെ പേരിൽ ശാസ്ത്രത്തിൽ പറയാത്ത കഠിനമായ തപസ്സുകൾ ചെയ്യാറുണ്ട്. അവർ ശരീരത്തെ പീഡിപ്പിക്കുന്നതിനെ ഭക്തിയെന്ന് കരുതുന്നു. എന്നാൽ ഗീതയുടെ സന്ദേശം അതല്ല. മനുഷ്യ ശരീരം പഞ്ചഭൂതങ്ങളുടെ സമന്വയമാണ്. ഈ ശരീരത്തിനുള്ളിൽ തന്നെ പരമാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് ശരീരത്തെ അനാവശ്യമായി പീഡിപ്പിക്കുന്നത് ദൈവസന്നിധിയെ തന്നെ അപമാനിക്കുന്നത് പോലെയാണ്. ശ്രീകൃഷ്ണൻ പറയുന്നു, ജ്ഞാനമില്ലാതെ ശരീരത്തെ കഷ്ടപ്പെടുത്തുന്ന തപസ്സുകൾ സാത്വികമല്ല. അത് ആസുര സ്വഭാവമാണ്. യഥാർത്ഥ ആത്മീയത ശരീരത്തെ നശിപ്പിക്കുന്നതല്ല, ശരീരവും മനസ്സും ശുദ്ധീകരിച്ച് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതാണ്. അതിനാൽ ശാസ്ത്രാനുസൃതമായ സമത്വവും ജ്ഞാനവുമുള്ള ആത്മീയ ജീവിതമാണ് ഗീത പഠിപ്പിക്കുന്നത്. നന്ദി.